Preview by MI Motion Graph. എല്ലാവർക്കും MI മോഷൻ ഗ്രാഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടതുപോലെ ഓഡിയോ എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഓഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ നമ്മൾ ബാക്കിയുള്ള എഡ്ജ് മിക്സിംഗ് പോലുള്ള ആപ്ലിക്കേഷൻ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി തോന്നിയവരുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിവിടെ ഓഡിയോ ലാബ് എന്ന് പറയുന്നൊരു ഈ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ എളുപ്പമാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഓഡിയോ ട്രിം ചെയ്യാനും മിക്സ് ഓഡിയോ, മെർജ് ഓഡിയോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതുപോലെ ധാരാളം ഓഡിയോ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഇതിനകത്ത് ഈ താഴെ കാണിച്ചിരിക്കുന്ന ഈ ഒരു കുറേ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ പ്രോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രിവ്യൂവിൽ കണ്ടതുപോലെ ആ ഒരു ഓഡിയോ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതൊരു ആഫ്റ്റർ എഫക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓഡിയോ ഔട്ട്പുട്ടാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായി തന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യമേ കാണിക്കുക. നിങ്ങൾ ശേഷം ചെയ്യേണ്ടത് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ വോയിസ് ചേഞ്ചർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫോൾഡേഴ്സിൽ വന്ന ശേഷം ജസ്റ്റ് നിങ്ങളുടെ സോങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ സോങ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവരിവിടെ കാണിക്കുകയാണ് പ്രിപ്പയറിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അധികം സമയമൊന്നും താമസിക്കാതെ പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നതായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ നോക്കിയെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇങ്ങനെ ഒരുപാട് രീതിയിൽ സ്ലോയും ഫാസ്റ്റും നമുക്ക് ഈ ഒരു ഓഡിയോ തന്നെ സ്ലോയും ഫാസ്റ്റും ഒക്കെ ആക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. സ്ലോ, ഫാസ്റ്റ്, സ്പിന്നിങ്, ഡ്രങ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എക്കോ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ടെലിഫോണിൽ വിളിക്കുമ്പോൾ ഉള്ള ഒരു ശബ്ദമില്ലേ, ആ ഒരു ശബ്ദത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹോണിൻ്റെ രീതിയിൽ കൊടുക്കാൻ പറ്റും. ഓഡിയോസ് എല്ലാം നമുക്ക് ഈ ഒരു ഫോർമാറ്റ്, ഈ ഒരു രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് രീതിയിലുള്ള ഒരു ഓഡിയോ എഡിറ്റിംഗ് ആണ്. അപ്പോൾ അത് ചെയ്യാനായി ഇവിടെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു അണ്ടർ വാട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ആ ഒരു നിങ്ങൾക്ക് ഏതൊരു ഭാഗത്താണ് ആ ഒരു എഫക്റ്റ് വരേണ്ടത്, ആദ്യം നമ്മൾ ഓഡിയോ കണ്ടുപോയി ആ ഒരു എഫക്റ്റ് വേണ്ട, അവിടെ നമ്മൾ ജസ്റ്റ് ഈ അണ്ടർ വാട്ടർ എന്ന് പറയുന്ന ഈ എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കും ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ലൈക്ക് ആ ഒരു ഓഡിയോ എഫക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഇനി പഴയ സൗണ്ടിലേക്ക് വരണമെങ്കിൽ കാത്തഡ്രൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഓഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ഒരു അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഓഡിയോ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ ഒരു മൈക്കിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെയിമൊക്കെ അടിച്ചു കൊടുക്കാം. ഓക്കെ, ഞാൻ അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അത് ഡിഫോൾട്ട് അലാറമായിട്ട് സെറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ സൗണ്ടായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഒരു ഓഡിയോ MP3 രൂപത്തിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസമൊന്നും എടുക്കാതെ തന്നെ ആ ഒരു ഓഡിയോ നമ്മളുടെ ഗാലറിയിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത നെയിമിൽ തന്നെ സേവ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഓഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.